Hi guys. Hi guys. ഇന്ന് സായുവിന്റെ കാതുകുത്താണ്. ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുക. ഇപ്പൊ ചേച്ചിയെ പോയി കൂട്ടിയിട്ട് നമ്മള് ജ്വല്ലറിയിലേക്ക് പോകും. അപ്പൊ സായുവിന് കമ്മല് വാങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ പോകുമ്പോ ഇനി എങ്ങനെ തട്ടാനാ കുത്തുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇടിയിക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മള് ഗൺഷൂട്ടാണ് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. സായുവിന്റെ കമ്മല് കാണിച്ചു തരാം. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനും ഒരെണ്ണം തൂക്കിയായിരുന്നു സായുവിൻ്റെ പേരും പറഞ്ഞ്. ഭീമ ജ്വല്ലറിയിൽ നിന്നാണ് ഇത് രണ്ടും എടുത്തിട്ടുള്ളത്. അവിടെ ബേബീസിൻ്റെ കമ്മൽ കളക്ഷനൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അശോക് ഗോൾഡ് എന്ന് പറയുന്ന ജ്വല്ലറിയിലാണ് കാത് കുത്താനായിട്ട് വന്നത്. അപ്പോൾ ചേച്ചി ഉണ്ടായിരുന്നു, കൊച്ചച്ഛൻ, ആദി, കൊച്ചമ്മ, പിന്നെ യമുന അമ്മ, ചേച്ചിയുടെ മദർ ഇൻ ലോ ആണ്. എൻ്റെ വീട്ടിലെ എല്ലാവരും വേറെ വേറെ സ്ഥലത്താണ്. അപ്പോൾ എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല. അപ്പോൾ നമ്മൾ ഉള്ള ആൾക്കാർക്ക് കൂടെ അശോക് ഗോൾഡിനാണ് വന്നത്. ബേബീസിൻ്റെ കാത് ഒരു രാവിലെയും ഉച്ചയ്ക്കും ഇടയിലായിട്ട് കുത്തുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത്. ആ സമയത്ത് വേദന കുറവെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ജ്വല്ലറി തുറന്ന സമയത്ത് തന്നെ എത്തി. അപ്പോൾ അതാകുമ്പോൾ തിരക്കും ഉണ്ടാവില്ല. നമ്മളെല്ലാവരും ഇങ്ങനെ വന്ന് നിന്നാലും അങ്ങനെ ഡിസ്റ്റർബൻസ് ഒന്നും ആവില്ല. സായു ജനിച്ചപ്പോൾ മുതൽ വാക്സിനേഷനൊക്കെ സായുവിന് പിടിക്കുന്നത് പ്രഭു തന്നെയാണ്. ഞാൻ ഇതുവരെ അങ്ങനെ പിടിച്ചിട്ടില്ല. എനിക്കത്ര ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല. അപ്പോൾ കാത് കുത്തിനും പ്രഭു തന്നെയാണ് ആ കർമ്മം നിർവഹിക്കുന്നത്. സായു അവരെ മാർക്ക് ചെയ്യാൻ പോലും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഇളകിക്കൊണ്ടും കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും മാറി മാറി ആശ്വസിപ്പിക്കാനായിട്ട് എടുത്തു. നല്ല വേദനയായിരുന്നു. വാക്സിൻ എടുത്തപ്പോൾ പോലും ഇങ്ങനെ കരഞ്ഞിട്ടില്ല. കരഞ്ഞാലും വേഗം അങ്ങ് ഡൈവേർട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ച്. പക്ഷേ ഇത് അങ്ങനെ ഒന്നും നമുക്ക് പറ്റിയില്ല. കരയാനുള്ളത് കരഞ്ഞ് തന്നെ തീർത്ത്. അങ്ങനെ ആ ഒരു വലിയ സംഭവം കഴിഞ്ഞിരിക്കുകയാണ്. തമ്പുവിൻ്റെ കാതുകുത്തും ഇതേ ജ്വല്ലറിയിൽ നിന്ന് തന്നെയായിരുന്നു. ചേച്ചിയുടെ കല്യാണത്തിൻ്റെ ഓർണമെൻറ്റ്സും പിന്നെ എൻ്റെ കല്യാണത്തിൻ്റെ 1-2 ഐറ്റംസൊക്കെ ഈ അശോക് ഗോൾഡിൽ വന്നിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. എവിടെ നോക്കട്ടെ, പുതിയ കമ്മൽ നോക്കട്ടെ. ഹായ് സായിബാബ നോക്കിക്കേ. പിന്നെ നമ്മൾ തമ്പുവിൻ്റെ ഫോട്ടോ എടുത്ത പോലെ ഒരു ഫാമിലി പിക്ക് എടുക്കാനായിട്ട് അവിടെ നിന്നു. ഹായ് സായി 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 ബബു ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. സൂക്ഷിച്ചോണം, പേടിക്കരുത്. അനപ്പുറത്തൊന്ന് കയറാം. മാമ ഒരു ഫോട്ടോ എടുത്തോട്ടെ. നമുക്ക് സമയം എടുക്കൂലേ കാതുകുത്തി. അല്ലാണ്ട് വീഴും അങ്ങനെയൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അങ്ങനെ നമ്മളിപ്പോൾ ചോറ്റാനിക്കര എൻ്റെ വീട്ടിലൊന്ന് പോയായിരുന്നു.
എന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് biryani.com വന്നു. നമ്മൾ പാഴ്സൽ കുറച്ച് ഐറ്റംസ് ബിരിയാണി വാങ്ങിയിട്ട് വീട്ടിൽ പോകും. സായുവിന് ഇന്ന് ബിരിയാണി അല്ല സായു? അപ്പോൾ ഇന്ന് എല്ലാവർക്കും കാതുകുത്ത് പ്രമാണിച്ച് ബിരിയാണിയാണ് ലഞ്ച്. പിന്നെ പ്രഭുവിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഇതുപോലെ പാവങ്ങളുടെ ഊട്ടി പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. ആളുകൾ ഇവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കുന്നതൊക്കെ കാണാറുണ്ട്. സോ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഊട്ടി. അപ്പോൾ ഇന്നത്തെ കുട്ടി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ബൈ.